കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നവർ കാണിക്കാത്തൊരു ദൃശ്യം ഇപ്പോൾ നാഷണൽ മീഡിയയിലൊക്കെ വൈറലാണ്. ആ ദൃശ്യം പ്രേക്ഷകർ ആദ്യം ഒന്ന് കാണുക. ഈ ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ. ഈ ദൃശ്യത്തിലുള്ള ആളിപ്പോൾ NIA കസ്റ്റഡിയിലാണ്. അതായത് സിപ്പ് ലൈൻ ഓപ്പറേറ്റർ. അയാൾ ഒരു വിനോദസഞ്ചാരി, കൃഷി ഭട്ട് എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാരി ആ സിപ്പ് ലൈനിൽ കയറാനായി വരുന്നു. അതിനുശേഷം അദ്ദേഹം അതിലേക്ക് കയറുമ്പോൾ അദ്ദേഹം സ്വന്തമായി താൻ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ താൻ ഇങ്ങനെ പോകുന്നത് സെൽഫി എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയാണ്. ആ വീഡിയോയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അതായത് ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ താഴെ ഈ വെടി ഒച്ചകൾ കേൾക്കുമ്പോൾ തക്ബീർ ചൊല്ലുകയാണ്. അതായത് ഈ സിപ്പ് ലൈനിന്റെ താഴെ ഈ ആളുകളൊക്കെ തീവ്രവാദികളുടെ വെടിയിൽ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, തീവ്രവാദികൾ വെടിവെച്ച് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ചൊല്ലുന്നത് തക്ബീറാണ്. അതായത് ഈ പ്രദേശവാസികളായ, കശ്മീരിലെ പ്രദേശവാസികളായ ചില ജിഹാദികളുടെ അറിവോടെയാണ് കശ്മീരിൽ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ജിഹാദിയെ ഇപ്പോൾ NIA പിടിച്ചിട്ടുണ്ട്. NIA കസ്റ്റഡിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു പടക്കം കേട്ടാൽ തന്നെ, ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാൽ തന്നെ നമ്മളൊന്ന് ഞെട്ടും, എന്താ അവിടെ സംഭവിച്ചതെന്ന് പോയി നോക്കും. പക്ഷേ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പദ്ധതിയാണ്. ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർക്ക് ഉൾപ്പെടെ അറിയാമായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് ഈ കൃഷി ഭട്ട് എന്ന് പറയുന്ന വിനോദസഞ്ചാരി ഇയാൾ തള്ളിവിടുകയാണ്. വെടിയുച്ച കേൾക്കുമ്പോഴും ഇയാൾ തള്ളിവിടുകയാണ്, പൊക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വെടിയുച്ച കേൾക്കുമ്പോൾ ഇയാൾ തക്ബീർ ചൊല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ഈ ജിഹാദികൾ കശ്മീരിൽ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. വിനോദസഞ്ചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവനൊക്കെ അവിടെ കിടന്ന് മനുഷ്യത്വമില്ലായ്മയാണ് കാണിക്കുന്നത്. അതായത് കുറെ ആളുകൾക്കറിയാമായിരുന്നു പഹൽഗ്രാമിൽ ഭീകരർ വന്ന് ഈ മതം ചോദിച്ചുകൊണ്ട് ആളുകളെ വെടിവെച്ച് കൊല്ലുമെന്ന്. ആ വെടിയുച്ച കേട്ടപ്പോൾ തക്ബീർ ചൊല്ലുകയാണ്. എന്ത് മനുഷ്യത്വരഹിതമായ കാര്യം, എന്ത് മനുഷ്യത്വമില്ലായ്മയാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രദേശവാസികളായ ജിഹാദികളെ സൈന്യവും NIA ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അവൻ്റെയൊക്കെ കാര്യത്തിൽ സൈന്യവും NIA ഒക്കെ എന്താണ് എന്നുള്ളത് തീരുമാനിക്കും. എന്തിനാണ് ഈ ഭീകരവാദികൾക്ക് ഇങ്ങനെ കുഴലൂത്ത് നടത്തിയതും ഭീകരവാദികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കശ്മീരിനെ അശാന്തതയുടെ താഴ്വരയാക്കി മാറ്റാൻ ശ്രമിച്ചത് എന്നതിനൊക്കെ ഈ ജിഹാദികളായ മതം ചോദിച്ച ആളുകളെ കൊലപ്പെടുത്തിയ ജിഹാദികൾക്ക് കൂട്ടുനിന്നവർ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. പിന്നെ ഇവിടുത്തെ ഇന്റലിജൻസിന്റെ വീഴ്ചയാണ്, കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്, സൈന്യത്തിന്റെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വരുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ വാക്കുകളൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കേണ്ട. പാകിസ്ഥാൻ സ്നേഹമല്ല ഇല്ലാത്ത ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ അത് മുഖവിലക്കെടുക്കേണ്ട. കാരണം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ ഇട്ട പോസ്റ്റിനെ പാകിസ്ഥാന്റെ ഒരു മന്ത്രി എടുത്ത് ഷെയർ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് കോൺഗ്രസ് ഇങ്ങനെയാണ് പറയുന്നത്, കോൺഗ്രസ് നമുക്കൊപ്പമാണ്, അവർ പാകിസ്ഥാൻ സ്നേഹികളാണ് എന്നുള്ളത്. ഇന്ത്യയിൽ കോൺഗ്രസ് ഇട്ട പോസ്റ്റിനെ പാകിസ്ഥാനിലെടുത്ത് ഷെയർ ചെയ്തിരിക്കുകയാണെന്ന് ആലോചിക്കുമ്പോൾ എന്താണ് കോൺഗ്രസിന് ഇന്ത്യൻ ജനങ്ങളോടുള്ള ഒരു മമത, സ്നേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ കുതിരക്കാരൻ്റെ അല്ലെങ്കിൽ കുതിരക്കാരുടെ മനുഷ്യത്വത്തെക്കുറിച്ചും കുതിരക്കാരുടെ സ്നേഹത്തെക്കുറിച്ചും പൽഗ്രാമിലെ കുതിരക്കാർ മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ കുതിരക്കാരെ എടുത്ത് തലയിൽ വെച്ച് അങ്ങ് രാജ്യസ്നേഹികളാണ്, ഇവർക്ക് വീരചക്രം വല്ലതും കൊടുക്കാൻ കിട്ടുമെങ്കിൽ അത് കൊടുക്കണം എന്ന് വരെ പറഞ്ഞ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഇവിടെ ആഘോഷിച്ചു കുതിരക്കാരുടെ രാജ്യസ്നേഹം കണ്ടുകൊണ്ട്. ANAയിൽ വന്ന ഒരു വാർത്തയാണിത്. ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ ഇത് വാർത്ത ചെയ്യില്ല. ഇത് ANA വന്ന വാർത്തയാണ്. ഇവിടെ കാണിക്കുന്ന സ്ത്രീ അവർ ANAയോട് പറഞ്ഞതാണ്, അവർ ഒരു കുതിരക്കാരൻ്റെ അടുത്ത് ഈ ട്രക്കിങ്ങിനായി പോകുന്നു. ട്രക്കിങ്ങിനായി പോകുമ്പോൾ ഇയാളുടെ ചില ചോദ്യങ്ങളിൽ ഒരു അപാകത തോന്നിയത് കൊണ്ട് ആ കുതിരക്കാരൻ്റെ ഫോട്ടോ
മൊബൈലിൽ എടുത്തു വെച്ചു. ഇയാൾ ഫോണിൽ കൂടി ഈ തോക്കിന്റെ കാര്യവും വെടിയുതിർക്കുന്ന കാര്യവും ഒക്കെ ചില പ്രത്യേക ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളിൽ എത്ര പേർ ഇന്ന മതത്തിൽ നിന്ന് വന്നവരാണ് എന്ന് ചോദിക്കുന്നുണ്ട്, മതത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മതഗ്രന്ഥങ്ങളിലെ ചില ഈ ഖുറാനിലെ ഒക്കെ ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്, ചൊല്ലുന്നുണ്ട് ഈ കുതിരക്കാരൻ. അങ്ങനെ ഇതിൽ ഒരു അപാകത തോന്നിയിട്ടാണ് ഇവർ ആ ഫോട്ടോ എടുത്ത് വച്ചത് എന്നാണ് പറയുന്നത്. ആ ഫോട്ടോ ഉൾപ്പെടെയാണ് ANI ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോ കുതിരക്കാരുടെ മഹത്വമൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാധ്യമങ്ങളും വരണ്ട എന്നുള്ളതാണ്. ഒരു കുതിരക്കാരൻ മൊബൈലും മോഷ്ടിച്ചുകൊണ്ട് ഓടുന്ന സമയത്താണ് സൈന്യത്തിന്റെ പിടിയിലായത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ കുതിരക്കാർ എല്ലാവരും എന്ന് പറയുന്നില്ല, ചില ആളുകൾ ഈ ഭീകരവാദികൾക്ക് സപ്പോർട്ടായി നിന്നുകൊണ്ട് ഈ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി, പ്രത്യേകിച്ച് കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി കശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാക്കി തീവ്രവാദത്തെ വളർത്താനായി ചില ജിഹാദികൾ, ഇന്ത്യയെ ഒറ്റുന്ന ചില ജിഹാദികൾ, ഭീകരരെക്കാട്ടിലും വിഷമാണ് ഇവന്മാരുടെയൊക്കെ മനസ്സിലുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം കശ്മീർ ശാന്തതയുടെ താഴ്വരയായിരുന്നു. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് ആവർത്തിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്കായിരുന്നു കശ്മീരിന്റെ വളർച്ചയും മാറ്റവും. ആ കശ്മീരിൽ ഇപ്പോൾ ആളുകൾ വരാൻ ഭയക്കുന്നുണ്ടെങ്കിൽ അത് അവിടത്തെ ചില ജിഹാദികളായ ചില ടൂർ ഓപ്പറേറ്റർമാർ, ചില സിപ്പ് ലൈൻ ഓപ്പറേറ്റർമാർ, ചില കുതിര സവാരിക്കാർ, അല്ലെങ്കിൽ ചില ഡ്രഗിംഗ് നടത്തുന്നവരൊക്കെ ഈ ഭീകരർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് ഭീകരവാദത്തിനൊപ്പം നിന്നുകൊണ്ട് കശ്മീരിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഒരൊറ്റ എണ്ണത്തിനെ കേന്ദ്ര സർക്കാർ, ഇന്ത്യ സൈന്യം വെറുതെ വിടില്ല എന്നുള്ളതാണ്. ഇവനെയൊക്കെ പിടിച്ച് തടവിലാക്കി, ഇവനൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നു മുതലാണ് എന്ന് മനസ്സിലാക്കി, ആർക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യ സൈന്യം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും പഹൽഗ്രാമിൽ സംഭവിച്ച ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രദേശവാസികളായ കശ്മീരികളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരും സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ സഹായം കിട്ടാതെ ഭീകരർ അവിടെ ഒളിച്ചിരിക്കില്ല, ഒരു കൂസലുമില്ലാതെ ഭീകരർ അവിടെ എത്തില്ല. കാരണം സൈന്യം എപ്പോഴാണ് ഈ സ്ഥലത്ത് നിന്ന് പിന്മാറുന്നത്, എപ്പോഴാണ് ഈ സ്ഥലം, ഈ ബൈസ്രൺ വാലി ഈ ആളുകൾക്കായി തുറന്നു കൊടുക്കുന്നത്, ആ കൃത്യസമയം 19-ന് തുറന്നു, 22-ന് ആക്രമണം നടത്തുന്നു. അപ്പോൾ പ്രദേശവാസികളായ ഇന്ത്യയെ ഒറ്റുന്ന, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ജിഹാദികളാണ് കശ്മീരിലുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട.